ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി നോക്കാം. ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് അല്ലെങ്കിൽ വിനീഗർ, 1 ടീസ്പൂൺ ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിയേക്കാം. നമുക്ക് നേരത്തെ മസാല തേച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു കടായിൽ കുറച്ച് എണ്ണ ചൂടാക്കി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏത് കുക്കിംഗ് ഓയിലായാലും കുഴപ്പമില്ല. നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഈ കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ അതിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ചിക്കന്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് മൂത്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ചിക്കൻ കുറച്ചും കൂടി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. ഫ്രൈ ആയി വന്നിട്ടുള്ള ചിക്കനെല്ലാം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു കടായി തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള മസാലയൊക്കെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് ഓയിൽ നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കി ആ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള സെയിം ഓയിലിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 20 ചെറിയുള്ളി ആട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. എല്ലാ പകരം നമുക്ക് വലിയുള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയുള്ളി ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി മൂത്ത് വരുന്ന ടൈമിൽ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കെച്ചപ്പിന് പകരമായിട്ട് 2 തക്കാളി വേവിച്ചിട്ട് അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ കൂട്ടത്തിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ചെറിയൊരു മധുരം കിട്ടാനായിട്ടാണ്. 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കൂടി ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്തിട്ട് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ട് കിട്ടും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പത്തിൻ്റെയും അതുപോലെ പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.